KPCC ആസ്ഥാനത്ത് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളുമായുള്ള ഹൈക്കമാൻഡ് പ്രതിനിധികളുടെ യോഗം ചേർന്നു. രാഹുൽ ഗാന്ധി, മല്ലികാർജ്ജുൻ ഖാർഗെ, KC വേണുഗോപാൽ എന്നിവരുടെ സാന്നിധ്യത്തിലാണ് യോഗം. KPCC അധ്യക്ഷൻ സ്ഥാനത്തു നിന്ന് K സുധാകരനെ മാറ്റുന്നതിനെ അനുകൂലിച്ച് മുല്ലപ്പള്ളി രാമചന്ദ്രൻ കത്ത് നൽകിയിരുന്നു. പ്രതിസന്ധിയുടെ കാലത്ത് എല്ലാ വശങ്ങളും ആലോചിച്ച് മാത്രം പുതിയ അധ്യക്ഷനെ കണ്ടെത്തണമെന്നും മുല്ലപ്പള്ളി പറഞ്ഞു. അതേസമയം KPCC അധ്യക്ഷൻ മാറേണ്ട ആവശ്യമില്ലെന്നും ഒറ്റക്കെട്ടായി തെരഞ്ഞെടുപ്പിന് നേരിട്ടാൽ മാത്രമേ വിജയമുണ്ടാവുകയുള്ളൂവെന്നും K മുരളീധരൻ കൂട്ടിച്ചേർത്തു. വിദ്വേഷ പരാമർശ കേസിൽ BJP നേതാവ് PC ജോർജിന് ജാമ്യം. ചാനൽ ചർച്ചയ്ക്കിടയിൽ നടത്തിയ വിദ്വേഷപരമായ പരാമർശത്തിന്റെ പേരിലായിരുന്നു PC ജോർജിനെതിരെ കേസെടുത്തത്. 4 ദിവസത്തെ റിമാൻഡിന് ശേഷം ആരോഗ്യ പ്രശ്നങ്ങളടക്കം ചൂണ്ടിക്കാട്ടിയതിനെ തുടർന്നാണ് ഈരാറ്റുപേട്ട മജിസ്ട്രേറ്റ് കോടതി ജാമ്യം അനുവദിച്ചത്. വിദ്വേഷ പരാമർശങ്ങൾ ആവർത്തിക്കരുതെന്ന കർശന ഉപാധിയോടെയാണ് കോടതി ജാമ്യം നൽകിയിരിക്കുന്നത്. മുണ്ടക്കൈ, ചൂരൽമല ദുരിതബാധിതരോടുള്ള കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അവഗണനയ്ക്കെതിരെ UDFന്റെ കളക്ടറേറ്റ് വളഞ്ഞ് പ്രതിഷേധം. നേതാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. അകത്ത് കടക്കാൻ ശ്രമിച്ച പ്രവർത്തകരെ സമരക്കാർ തടഞ്ഞത് സംഘർഷത്തിന് കാരണമായി. രാവിലെ 7 മണിക്ക് തുടങ്ങിയ പ്രതിഷേധത്തിൽ UDF പ്രവർത്തകർക്കൊപ്പം ഉരുൾപൊട്ടൽ ബാധിതരും പങ്കെടുത്തു. വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകത്തിലെ പ്രതി അഫാന്റെ പിതാവ് അബ്ദുൾ റഹീം സൗദി അറേബ്യയിൽ നിന്ന് രാവിലെ നാട്ടിലെത്തി. തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിയ ശേഷം റഹീം തലസ്ഥാനത്തെ ബന്ധുവീട്ടിലെത്തി സഹോദരി അടക്കമുള്ളവരെ സന്ദർശിച്ചു. തുടർന്ന് കൊല്ലപ്പെട്ട രണ്ടാമത്തെ മകൻ അഫ്നാൻ, ഉമ്മ ആസിയാബി, സഹോദരൻ ലത്തീഫ്, ലത്തീഫിന്റെ ഭാര്യ തുടങ്ങിയ ബന്ധുക്കളുടെ കബറിടത്തിലെത്തി പ്രാർത്ഥന നടത്തി. അതേസമയം സാമ്പത്തിക ബാധ്യതയും തുടർന്നുണ്ടായിട്ടുള്ള ബന്ധുക്കളുടെ കുറ്റപ്പെടുത്തലുമാണ് 23-കാരനായ പ്രതിയെ നിഷ്ഠൂരമായ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസ് പറയുന്നത്. 65 ലക്ഷം രൂപയുടെ കടബാധ്യത ഉണ്ടെന്നാണ് അഫാൻ മൊഴി നൽകിയത്. കോടികളുടെ ക്രിപ്റ്റോ കറൻസി തട്ടിപ്പ് കേസിൽ നടിമാരായ തമന്ന ഭാട്ടിയ, കാജൽ അഗർവാൾ എന്നിവരെ ചോദ്യം ചെയ്യും. വിരമിച്ച സർക്കാർ ജീവനക്കാരൻ നൽകിയ പരാതിയിലാണ് പോലീസ് നടപടി. 60 കോടിയുടെ തട്ടിപ്പ് കേസിലാണ് പുതുച്ചേരി പോലീസ് നടിമാരെ ചോദ്യം ചെയ്യുന്നത്. ഉത്തരാഖണ്ഡിലെ ചമോലി ജില്ലയിൽ മഞ്ഞിടിഞ്ഞ് അപകടത്തിൽ നിരവധി തൊഴിലാളികളാണ് കുടുങ്ങിക്കിടക്കുന്നത്. അപകടമുണ്ടാകുമ്പോൾ ഏകദേശം 57 തൊഴിലാളികൾ സ്ഥലത്തുണ്ടായിരുന്നുവെന്ന് അധികൃതർ അറിയിച്ചു. കുടുങ്ങിക്കിടക്കുന്നവരിൽ 15-ലധികം ആളുകളെ രക്ഷപ്പെടുത്തി. കനത്ത മഞ്ഞുവീഴ്ച തുടരുന്നതിനാൽ രക്ഷാപ്രവർത്തനം ദുഷ്കരമാണ്. ബാക്കിയുള്ളവരെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം പുരോഗമിക്കുകയാണ്. ന്യൂമോണിയ ബാധിച്ച് ചികിത്സയിൽ കഴിയുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യനിലയിൽ വലിയ പുരോഗതി. മുൻപ് നേരിട്ടിരുന്ന ശ്വസന ബുദ്ധിമുട്ടുകൾ ഇപ്പോഴില്ലെന്നും ചാപ്പലിലെ പ്രാർത്ഥനയിൽ പങ്കെടുത്തുവെന്നും വത്തിക്കാൻ അറിയിച്ചു. വിവിധ രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് അമേരിക്ക നൽകി വന്നിരുന്ന ധനസഹായം അവസാനിപ്പിക്കുന്നു. ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലെത്തിയതിനു പിന്നാലെ വിവിധ രാജ്യങ്ങൾക്കുള്ള ധനസഹായം അമേരിക്ക റദ്ദാക്കിയിരുന്നു. ഇതിനു പിന്നാലെയാണ് രോഗനിവാരണത്തിനും പ്രതിരോധത്തിനുമുള്ള ധനസഹായവും നിർത്തലാക്കാൻ ഒരുങ്ങുന്നത്. രഞ്ജി ട്രോഫിയിൽ കേരളത്തിന് തിരിച്ചടി. മത്സരത്തിൽ വിദർഭയ്ക്ക് 1-ാം ഇന്നിംഗ്സ് ലീഡ്. കേരളം 342-ന് പുറത്തായി.